ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ തുറപ്പിനുള്ള സാധനങ്ങൾ മേടിക്കാൻ അല്ലേ. ഇവിടെ ആരും ഇല്ലല്ലോ സ്കൂളിൽ പോകാനായിട്ട്. ഭദ്രയ്ക്ക് സ്കൂളിൽ പോകാനായിട്ടുള്ള സാധനങ്ങൾ മേടിക്കണം. ബാഗ്, കൊട, പിന്നെ മറ്റേ അംബ്രല, അതല്ലേ കൊട, ബാഗ്, കൊട, ബുക്ക്, പിന്നെ തുണിയൊക്കെ എടുക്കണം. അതിനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഭയങ്കര മഴയില്ലേ? മെയിനായിട്ടുള്ള മഴ മാത്രമല്ല, കറണ്ടും ഇല്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. മഴയാണെങ്കിൽ വീട്ടിൽ ഇരിക്കാൻ നോക്കിയാ, പക്ഷെ വീട്ടിൽ ഇരിക്കണ കറണ്ടും ഇല്ല, ഇരുട്ടത്താ. അതാണ് ഒരു മെയിൻ പ്രശ്നം. നമ്മള് മെനഞ്ഞാന്ന് തന്നെ ഒരു വീഡിയോ എടുത്തെന്ന് പറയുമ്പോ ഒരുപാട് ലേറ്റായി. അത് ശരിയാ. നമ്മള് 6 മണിക്കങ്ങാണ്ട് തുടങ്ങിയ വീഡിയോ ചെയ്ത് തീർന്നപ്പോ 12 മണിയങ്ങാണ്ട രാത്രി. കറണ്ട് ഇങ്ങനെ വരുമ്പോ നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഇല്ല. ഇൻവെർട്ടർ വെക്കേണ്ട അത്യാവശ്യം വരും. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇൻവെർട്ടറിന്റെ ഒക്കെ ഉപയോഗം വരുന്നത്. അപ്പം ഇൻവെർട്ടർ വീട്ടിൽ വെക്കണം. അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്നതുകൊണ്ട് നേരെ പോയി വീഡിയോ എടുക്കാനോ ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്. വൈഫൈ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഇന്നലെ ഒന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് മഴ കാരണം. സത്യത്തിൽ പണ്ടൊക്കെ മഴ പെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഇപ്പോഴും മഴ പെയ്യുന്നത് സന്തോഷമാണ്, പക്ഷെ ഇങ്ങനത്തേക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ പാടാ ഇല്ലേ? മഴ പെയ്യുമ്പോ പിന്നെ വെറൈറ്റി വേറെ സന്തോഷമുണ്ട്. പഠിക്കാൻ പോകണ്ടല്ലോ, ഭയങ്കര മഴയാണെങ്കിൽ. അതാ സത്യം. അങ്ങനെ ഒത്തിരി സന്തോഷങ്ങൾ ഇപ്പൊ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു 3-4 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുവാണെങ്കിൽ കളക്ടർ അവധി പ്രഖ്യാപിക്കും. റെഡ് അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവധി പ്രഖ്യാപിക്കുമ്പോൾ ഒരു സന്തോഷം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്. പക്ഷെ ഇപ്പൊ എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ സ്കൂളിൽ പോകുന്നില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ കറണ്ട് പോകുമ്പോഴും സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ പഠിക്കാതിരിക്കണ്ട, മനസ്സിലായോ? അങ്ങനെയൊക്കെ ഒത്തിരി സന്തോഷങ്ങൾ ഇപ്പൊ കിട്ടുന്നില്ല. ഇപ്പൊ കറണ്ട് പോകുമ്പോ ദേഷ്യമോ, പുല്ല് കറണ്ട് വരുന്നില്ല എന്നുള്ള സെറ്റപ്പാ. നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ നെയിം സ്ലിപ്പ് വായിലൊട്ടിച്ചേരാം. പണ്ടേലും സ്കൂളിൽ പോണായിരുന്നു. ഇപ്പൊ പറഞ്ഞു തരാ. ഞാൻ പണ്ട് സ്കൂളിൽ പോകരുത്. എത്ര ക്ലാസ് വരെ പോയി? ഞാൻ ഒത്തിരി ഞാൻ പറഞ്ഞു പറയത്തില്ല, സൗകര്യമില്ല. പണ്ട് പഠിക്കാൻ വിട്ടപ്പോ പോവാൻ വയ്യായിരുന്നു, ഇപ്പൊ പോണോ സ്കൂളില്. ഹലോ ഗായ്സ്, ഇതിന് മറ്റേ വീലില്ലേ ചെറുത്? എന്നാ പോട്ട്, വണ്ടി ഓട്ടി വിട്. ബ്രേക്ക് ഉണ്ടോ? പോട്ടെ. ഈ സത്യത്തിൽ ഈ നമുക്ക് വേണം ഇങ്ങനത്തെ ഈ ചെറിയ ലേഡി ബേർഡ് പോലത്തെ സൈക്കിൾ വരാൻ. കാരണം മറ്റേ സ്ട്രെയിറ്റ് ആകുമ്പോ നമുക്ക് സീനാ. ചെയിൻ പോകുമ്പോഴേ ഒന്ന് ഇടിക്കും. ഇതാണ് നല്ലത്. ബാ, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. സ്കൂളിൽ പോണ്ടേ? എന്നാ സ്കൂൾ തുറക്കുന്ന? ഡ്രസ്സൊക്കെ എടുത്താ സ്കൂൾ തുറപ്പിന്? ഒന്നും എടുത്തില്ല. നമുക്ക് പോയി എടുക്കാം. അയ്യോന്നാ അറിയത്തില്ല. പോയി മേടിച്ചോണ്ട് വരാം. കൊച്ചിച്ചേട്ടൻ മേടിച്ചരാ. എന്തിന് ചുമ്മാതെ, ഞാൻ തള്ളിത്തരാം. ഓക്കെ ഓക്കെ. ആരും ഇല്ല ഇവിടെ. എന്തോ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ആ, എപ്പ എത്തി? ഇന്നലെ 9 മണിക്ക്. മൂത്തമ്മ എന്തി? മൂത്തമ്മ മുട്ടറിയത് അക്ഷയയിൽ പോയിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന? ഡ്രസ് എടുത്തിട്. ബാഗ് മേടിക്കണോന്ന്? ബാഗ് മേടിക്കണം എന്ന് ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ, അതായിരിക്കും അങ്ങനെ പറഞ്ഞു. അഞ്ചല അഞ്ചപ്പോ കട അറിയാമോ? ഇല്ല, നമുക്ക് അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി നമുക്ക് ഷോപ്പിലോട്ട് പോവാം. പോയിട്ട് സ്കൂൾ തുറപ്പിനുള്ള ഐറ്റംസ് മേടിക്കാം സുഹൃത്തുക്കളെ. അയ്യോ, അത് സർപ്രൈസ് ആയിരുന്നു. എല്ലാം മറന്നു. മായ്ച്ചള കേട്ടോ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, കേട്ടിട്ടുമില്ല. ഇത് എന്തിന് എനിക്ക് എന്തൊരു സൈസ് ബാഗാ മേടിക്കുന്ന? ഐ ഡോണ്ട് നോ. ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നാ? നീ അതിന് നേരത്തെ വരെ മലയാളം മീഡിയം ആയിരുന്നല്ലോ. ഇത്രയും ദിവസം ഞാൻ എന്തെങ്കിലും ആ യെസ് എന്ന് പോലും ഒന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല. ക്യാമറ ഓണാക്കിയപ്പോ ഐ ഡോണ്ട് നോ എന്നൊക്കെ. വാട്ട് ഈസ് ദിസ്? കം ഓൺ, ഐ ആം ആൾസോ ഇംഗ്ലീഷ്. ഓക്കെ. യു ടോക്ക്. വാട്ട് ടോക്ക്? കൊതൂസ്. ആ, പുട്ടിന്റെ കാറ്. ഗോ ഗോ ഗോ. എനിക്കറിയാം പിള്ളേരുടെ മനസ്സിലുള്ള സംഭവം. ഞാൻ സെലക്ട് ചെയ്ത് തരാം കൊറേക്കാ കേട്ടാ, ബാഗൊക്കെ. ഓക്കെ. ഈ പണ്ടക്കാരനെ അച്ഛൻ പിന്നെ ഡ്രസ് ബാഗ് മേടിക്കാൻ പോകുമ്പോഴത്തേനെ ചോദിക്കും, പഴയ ബാഗ് നല്ല കണക്കല്ലേ ഇരിക്കുന്ന അല്ലേ? അല്ലേ അങ്ങനെ ചോദിക്കും.
ഞാൻ പറയാം അതിനകത്ത് ചോറ് പാത്രമൊക്കെ തട്ടി അത് മൊത്തം കറ പിടിച്ച് പല്ലായിരിക്കുക, സിബ് പൊട്ടി എന്നൊക്കെ പറയും. ബാഗിന്റെ സിബ് പൊട്ടിയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ട് അത് പൊട്ടിച്ചിട്ട് ഞാൻ കാണിക്കും. ഏട്ടാ ഇത് പന്നലായിരിക്കും പുതിയ ബാഗ് ഉള്ളത്. ഈ സ്കൂബിയുടെ ബാഗൊന്നും പന്നലാവത്തില്ല. എത്ര വർഷം മുതൽ അങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ വലിച്ചീറിയാൽ പോലും അത് പോകത്തില്ല. പ്രൊമോഷൻ അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കീറത്തില്ല സാധനം. അത് കീറാൻ വേണ്ടിട്ട് ഞാൻ പെടുന്ന പാട്. വണ്ടി കയറുന്നുണ്ട്. വണ്ടി കയറല്ലേ? കിട്ടി കിട്ടി കിട്ടി. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. എനിക്ക് വണ്ടി പോകുമ്പോഴേ തലയെടുത്ത് വെളിയിടാൻ തോന്നും. ഏകദേശം നമ്മൾ സ്റ്റോപ്പിലെത്തി കേട്ടോ. ഭയങ്കര തിരക്കാണ്. സ്കൂൾ വർക്ക് ബോർഡ് ആയതുകൊണ്ട് നിന്നേരിയ സ്ഥലമില്ല. അവിടെ കട നിറച്ച ആളാ. ഇപ്പൊ ഇവിടെ ആരും ഇല്ലേ? അങ്ങോട്ട് ആളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആദ്യം എന്താ മേടിക്കുന്ന? ഉടുപ്പ്. ആ നമുക്ക് ആദ്യം ഉടുപ്പ് മേടിക്കുക അല്ലേ? ഉടുപ്പ് മേടിച്ചിട്ട് ബാഗ് മേടിക്കാം. ബാ മണ്ടയിലാ കേട്ടോ. ഫ്രോക്ക് വേണോ, ഉടുപ്പും പാവാടായിട്ട് വേണോ, ചുരിദാർ വേണോ, പാന്റ് ഷർട്ടും വേണോ? ചുരിദാറായിട്ട് മതിയോ? ചുരിദാർ ഇടക്കുന്ന വലിയ പിള്ളേരാ. നീ കൊച്ചാണ്. പലാസയോ? പലാസേ? ആ പലാസ. കമോൺ നോക്കാം. കൊച്ചിന് പലാസ സാധനമാണ് വേണ്ടത്. പലാസ ഐറ്റം മേടിക്കാം. ചെയ്തു കൊള്ളാം അല്ലേ? ചേരുമായിരിക്കും. ഓവർകോട്ടൊക്കെ ഉണ്ട്. ടീച്ചറിന് പോലും കാണത്തില്ല ഓവർകോട്ട്. തിരക്കുണ്ട്. ഓവർകോട്ട് ഇതാണോ ഓവർകോട്ട്? ഇതൊന്ന് ഇട്ടിട്ട് വന്നേ. ഇല്ലേ മാ? ഒന്ന് രണ്ട് ഡ്രസ്സ് എടുത്തിട്ട് പോകും. ഇട്ടിട്ട് പോകും. പീച്ച് കളർ. ഇതല്ലേ ഇട്ടേക്കണ അല്ലേ? പക്ഷെ ഇങ്ങനെ വരുന്ന കൊള്ളാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബ്ലൂ നല്ലതായിരിക്കും. അന്നിട്ട് നോക്ക്. വാട്ട് ആർ യു തിങ്കിങ്? कुछ नहीं. हिंदी तू हिंदी बोल. हिंदी थोड़ा थोड़ा मालूम. थोड़ा मालूम. मैम बढ़िया बढ़िया मालूम. हाँ बारिश हो गई ना? बारिश थोड़ा थोड़ा बारिश है. बड़ा बारिश. मॉर्निंग बड़ा बारिश. आफ्टरनून छोटा बारिश. बारिश में केरला से पूरा पानी. बारिश തോടാ ബാരി ഹിന്ദിക്ക് എങ്ങനെ പറയണല്ലേ? വലിയ പാടാട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഹിന്ദിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അല്ല ഫുൾ A+ എനിക്ക് ഹിന്ദിക്ക് A+ ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ. മേ ഹിന്ദി അച്ഛാ ഹേ. പക്ഷെ നമ്മൾ സംസാരിച്ച് നമ്മൾ എവിടെ പോയാലും ആ നാട്ടുകാർ മാത്രമേ ഉള്ളെങ്കിൽ അവിടെ പഠിക്കും. നമ്മൾ പഠിക്കും. പക്ഷെ മലയാളികളുണ്ടായി നമ്മൾ ഒരിക്കലും പഠിക്കത്തില്ല. പിന്നെ വേറെ മലയാളികളില്ലാത്ത സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പഠിക്കത്തില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ കേട്ടോ. ബാക്കി പഠിക്കുന്നവരുണ്ട്. ഹിന്ദി മേ ബഹുത് അച്ഛാ ബാലു. ആടേ അത് അടിപൊളിയാ കേട്ടോ. നല്ലോണം ചേരുന്ന വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ചെറുതെടുക്കുവാണെങ്കിൽ പാന്റിന് ലെന്ത് കിട്ടത്തില്ല. ചെറുതുണ്ടോ ഇതിന്റെ? അത് ഈ പാന്റ് ഞാൻ തന്നാ മതി. പാന്റ് ഇത് അത് തരത്തില്ലേ? നമ്മളെന്നും വരുന്ന തന്നെ ആ പാന്റ്. അവക്കത് ഇഷ്ടപ്പെട്ടു. എന്നാ അതെടുത്തോ. ഫ്രോക്ക് ഇഷ്ടമാണോ? എല്ലാം ഇഷ്ടമാ. ഓക്കെ. അല്ല ഒരു 2-3-4 ദിവസത്തേക്ക് പോകാനുള്ള ഡ്രസ്സ് വേണ്ട ചേച്ചാ അല്ലേ? 3-4 ദിവസം യൂണിഫോം അല്ല പിള്ളേർക്ക്. അപ്പം എല്ലാ ദിവസവും വെറൈറ്റി ഡ്രസ്സ് വേണം പോകാൻ. അച്ഛന് വേണോ വെച്ചാൽ അച്ഛന് വേറൊരു ഐറ്റം ഞാൻ എടുത്തുതരാം. അഞ്ഞോ ഷർട്ടും പാൻറ്റും എല്ലാം ഒരുമിച്ച് വരുന്നത് ഒരു സെറ്റാ. വേണ്ടേ? ഉറങ്ങുമ്പോഴൊക്കെ എടുത്തിടാം. നല്ല കംഫർട്ടബിൾ ആണ്. ഇതാകുമ്പോൾ ഒരെണ്ണം മതി ചേച്ചാ. ഉടുപ്പും പാൻറ്റും എല്ലാം ഒന്ന് ഫാമിലി ആയിട്ടും ഇരിക്കും. കണ്ടോ? ഒറ്റ സെറ്റ്. ഒരതിന് വള്ളിയുണ്ട് ബാക്കിൽ. എന്താ പറയുന്നത്? നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. പെൺപിള്ളേർക്ക് ഇങ്ങനത്തെ ആയിരിക്കും അല്ലേ? എനിക്ക് ഫൈഡർമാനൊക്കെ ആയിരുന്നു ഇഷ്ടം. ആര് ബാഗ്? ഇവളെയൊക്കെ എനിക്കിഷ്ടമാണ്. അതിന്റെ പേരെന്താ? എനിക്കറിയത്തില്ല അതിന്റെ പേര്. പേരറിഞ്ഞൂടാ. കൊള്ളാല്ലേ? ഡോറയുടെ ഉണ്ട്. ഡോറയുടെ ഞാൻ കാണിച്ചറിഞ്ഞോ? വേണ്ട എൻ്റെ ഡോറ. സ്കൂബിയുടെ ഡോറ. ഇത് കൊള്ളാല്ലേ?
ഇപ്പം ഒന്നും അറിയത്തില്ലല്ലേ? മഹാപൊട്ട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലേ? അത് മതിയാ? പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോ ഒരു സൈസ് സൈഡിന് സഞ്ചി ഉണ്ടായിരുന്നു. അതിന് സ്കൂളിൽ പോകുമായിരുന്നു നിങ്ങള്? അയ്യോ വലിയ കഥ പറയുന്നത് ആരാ പറയുന്ന? ഇതൊക്കെ വലിയ പിള്ളേരെ കുപ്പിയാ. ഇവക്ക് മറ്റേ ഇല്ല ഇല്ല തൂക്കിയിടുന്ന സൈസ് ഉണ്ട്, അതെടുക്കാം. ഈ ബാഗ് കൊള്ളാം കേട്ടോ. തിരിഞ്ഞ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ്. ഇട്ടോണ്ടങ്ങ് പോകുമല്ലേ. ഒരു പെട്ടി എനിക്ക് ഉണ്ടായിരുന്നു പണ്ട് ഗൾഫിൽ നിന്ന് മൂത്തച്ഛൻ കൊണ്ടുവന്ന. പെട്ടിക്കകത്ത് തന്നെ വെട്ടയും ചെയ്യാം. അതുകൊണ്ട് വേണ്ട, പെട്ടിക്കകത്ത് തന്നെ വെട്ടാം. അതിനകത്ത് ബുക്ക് പെൻസിലൊക്കെ ഉണ്ട്, ഫ്രീയാ. ഇത് ഫ്രീയാ ഇതിലൂടെ. എനിക്ക് ഫ്രീ ആയിട്ട് ഇടുന്ന ഭയങ്കര ഇഷ്ടം. ലൈറ്റാ? ഇതെന്തിനാ? പഠിക്കുമ്പോ കത്തിക്കാനാണോ? ശരി, അതിന് പഠിക്കുന്നുണ്ടെങ്കിലല്ലേന്ന്. ലഞ്ച് ബോക്സ്, ചോറ്, തന്നെ വാട്ടർ ബോട്ടിൽ, വെള്ളം കുടിക്കാൻ. ബുക്കൊന്നും എനിക്ക് വേണ്ടത്. ബുക്ക് പെട്ടിയൊന്നും വേണ്ട, അതൊക്കെ പഠിക്കുന്ന സാധനങ്ങളല്ലേ. എടി ഇതൊക്കെ മേടിച്ചിട്ട് പഠിക്കണം കേട്ടോ. അല്ല, എല്ലാം മേടിച്ചു കൊടുത്തിട്ട് നമ്മള് പറയത്തില്ലേ പഠിക്കണോന്ന്. പണ്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ ഞാൻ അവർക്ക് അടുത്ത് പറയുന്നത്. നമ്മള് മേടിച്ചു കൊടുക്കുമ്പോ സാധാരണ പറയൂലേ തന്ത വൈബായി കേട്ടോ. തന്തയായിട്ടില്ല, പക്ഷെ തന്ത വൈബായത്. എം സ്ലിപ്പൊക്കെയാണ് ഹൈലൈറ്റ് സാധനം. വേണ്ട ബെണ്ടനുണ്ടടി, ബെണ്ട നേടറി. ബെണ്ട വേണ്ട, ബെണ്ട ബെണ്ട വേണ്ട, ബെണ്ട. ഇതാരാന്നാ? ഒന്നും അറിയത്തില്ലേ പിള്ളേര്? അതല്ലേ, ഇവർക്ക് അറിയത്തില്ല യൂട്യൂബാണ്. അച്ഛൻ പഠിക്കുമ്പോ കാർട്ടൂൺ ഉണ്ടായിരുന്ന? ആരായിരുന്നു കാർട്ടൂണ് വീട്ടിലെ? അച്ഛനല്ലേ? ഏത് കുപ്പി വേണ്ട? ആ കുപ്പി മതിയാ? ഇതോ? ഇത് മതിയാ? അതെ, ഈ ബുക്കൊന്നും വേണമെന്ന് പറയുന്നില്ല. ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടില്, പെൻസിൽ എന്നൊക്കെ പറയുന്നുള്ളൂ. ബുക്ക് വേണ്ടേ? ബുക്ക് മേടിക്കണം. ഇതൊക്കെ ആരാ? ഇതൊക്കെ ആരാണെന്തോ ഇല്ലേ? അവിടെ കാലം കൂടെ ഉണ്ട്. വേണ്ടേ കാലൊക്കെ അവിടെ സ്കൂളിൽ മറിഞ്ഞടിച്ച് വീഴുമ്പോ മുടന്നുണ്ടല്ലോ, അപ്പൊ ഇതാകുമ്പോ കുത്തി കിടക്കാം. അത് മാത്രമല്ല, ഇത് നനഞ്ഞിട്ട് ഇങ്ങനെ മടക്കി വെക്കാം. എനിക്ക് പണ്ട് വേറൊരു കുട ഉണ്ടായിരുന്നു, നിറം മാറുന്ന കുട. മഴവെള്ളം വീഴുമ്പം വേറെ കളറാവും. അത് കൊള്ളാല്ലേ? ഓ, ചോട്ടാ ഭീമിന്റെ. ഇത് ഡോലു പോലു ചുക്കി. ചോട്ടാ ഭീമിനെ അറിയത്തില്ലെന്ന് പറയല്ലേ? മൊട്ടത്തലേനാ? മൊട്ടത്തലേന് അല്ലടി, ചോട്ടാ ഭീമിന് മുടിയുണ്ട്. എനിക്കറിയാം. അതാണ്ട ഇതാ മൂത്തേമ്മത്. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം, പിങ്ക് കളറിലുള്ളത്. എനിക്ക് പഠിക്കാൻ എത്ര സബ്ജക്ട് എത്ര ഉണ്ട്? 5 ഉള്ളോ? 10 വല്യമ്മ? 4ാം ക്ലാസ് 5 ഉള്ളല്ലേ? എല്ലാത്തിനും വരെയും ബുക്കാണോ? മാത്സിന്റെ ബുക്ക്. മാത്സിന്റെ ബുക്ക് ഈ ഫുള്ള് വരെയുള്ളതാണോ? ഒറ്റ വരെയാ? അത് ഞാൻ ഇട്ട് തന്നാ മതിയോ ഒരു വര? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നീ ഇഷ്ടമുള്ള ഇട്, എനിക്കറിയത്തില്ല. എനിക്കാണെങ്കിൽ ഒരു വെള്ള ബുക്കായിരുന്നു മൊത്തം. ഞാൻ 2 വർഷത്തേക്ക് ഒരു ബുക്കാ. പഠിക്കണമെങ്കിൽ ഇല്ലേലും നമുക്ക് രാജേന്ദ്രണ്ണന്റെ കടയിൽ ബുക്കുമായിരുന്നു. ഇതിപ്പോ വരെയുള്ളത് ഇല്ലാത്തത് രാജേന്ദ്രണ്ണന്റെ ഒരു ബുക്കേ ഉള്ളൂ. അത് മാത്രമല്ല അച്ഛാ, എനിക്ക് വിജയുടെ പടമുള്ള ബുക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഇങ്ങനത്തെ കാർട്ടൂണൊന്നും സെറ്റ് ആവത്തില്ല. എനിക്ക് പുറം പടം എനിക്ക് വിജയണ്ണം വേണം. കാരണം എനിക്ക് ഇന്റർവെൽ സമയത്ത് വിജയണ്ണൻ എനിക്ക് മീശ വരയ്ക്കണം, അല്ലാതെ എനിക്കൊരു സമാധാനം വരത്തില്ല. വിജയണ്ണന്റെ ബുക്കൊന്നും ഇല്ല കേട്ടോ ഇപ്പം. പിന്നെ മറ്റേ നമ്മളെ സൂര്യല്ല, മറ്റേ നിന്റെ ഫാൻ അല്ലു അർജുൻ. ഞാൻ കൂടുതലും പഠിക്കുന്ന അല്ലു അർജുന്റെ പടം ഉള്ള ബുക്ക്, പിന്നെ കാറിനത് പഠിക്കുമായിരുന്നു. അല്ലാതെ ഇങ്ങനത്തെ ടിൻഡുമോൻ ജോക്സ് ഒന്നും പഠിക്കത്തില്ല. എടി ഇതിനകത്ത് പടം ഇല്ലടി ഫ്രണ്ടില്. പടമുള്ള ഇട്, എല്ലാരും നോക്കുന്നത്. ഞാൻ അങ്ങനെ ആയിരുന്നു പണ്ട്. എന്റെ മൈൻഡല്ല. അടി ഇത് കൊള്ളാം. അതേണ്ട കരടിയല്ലേ, പുലിയുണ്ട്, പുലിയുടെ തന്തയുണ്ട്. അതേണ്ടേ ഏകദേശം നമ്മള് കംപ്ലീറ്റ് സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ലല്ലേ? പ്രശ്നം എന്തിന്? 4 ലൈൻ ബുക്കാണ് ഇംഗ്ലീഷിന് വേണ്ടത്. ശരി, ഈ ബുക്കാട്ടോ ഇംഗ്ലീഷ്. അന്ന് ഇതും കൂടെ എടുത്തോ.
ചേച്ചിയെ കൊണ്ടുപോയി. കൊണ്ടുകൊടുത്ത ഇതായിരിക്കുന്ന ഇതല്ലേ നമ്മുടേത്? അല്ലല്ല, കൊണ്ടുപോയി. ആ തൊപ്പി വേണോ? വേണ്ടേ? പാവക്കുട്ടിയാണോ? ഏതാ? കുരുവോ? എന്തിനാ അത്? ക്രിസ്മസിന് വെക്കുന്നേ? എടേ അത് ക്രിസ്മസിന് വെക്കുന്നതാണ്. ആവശ്യമില്ലാത്ത സാധനം വേണ്ടെന്നല്ലേ. പത്രിക്കുട്ടി എല്ലാം മേടിച്ചാ? നോക്കി അതിനകത്ത് എല്ലാം ഉണ്ടോന്ന് നോക്ക്. ഹേ ഗൈസ്, അപ്പൊ നമ്മള് കംപ്ലീറ്റ് സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മേടിക്കണ്ടോ? വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ മാക്സിന്റെ പെട്ടിയൊന്നും നമുക്ക് വേണ്ട. 5ാം ക്ലാസ്സിൽ തൊട്ട് മതിയെന്ന് തോന്നുന്നു. എന്തൊരു സാധനം അത് ഈ ബാഗിന്റെ കൂടെ ഫ്രീ ആയിട്ട് എന്തൊരു സാധനം കേട്ടോ. അത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഇവിടെ ഒരു വ്ളോഗറും കൂടെ ഉടലെടുത്ത് വരികയുടെ സുഹൃത്തുക്കളെ. അമ്മ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ ഫോണിൽ തന്നെ ക്യാമറ എടുത്ത് ബ്ലോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ അമ്മയ്ക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. ഒരു ഹാഫ് അൽഫാം പറഞ്ഞു, റൊമാലി ഷവർമ പറഞ്ഞു. നിനക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ആ വലിയ ചുവന്ന നീല കുന്ന് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? കണ്ടുപിടിക്കുക അങ്ങോട്ടെ. എന്നാ എടുക്ക്. ആ സൂപ്പർ, നല്ല ഐശ്വര്യം. കറണ്ട് പോയിട്ടോ. എടേ എന്ത് വേണം ഇത്? വീട്ടിലും കറണ്ടില്ല. ആ വന്നാ നല്ല ഫീലിംഗ് ഉണ്ട് കേട്ടോ. കൊള്ളാം. അങ്ങോട്ട് എടുക്കാം. ഡിപ്പിൽ മുക്കാം. കൊള്ളാം. എന്തോ ഞങ്ങള് ടൂറ് പോയി. ഞങ്ങള് ടൂറൊക്കെ പോയി വന്നത്. ആ കുളത്തൂപ്പുഴ പോയി. അതെന്തരാ ഭദ്ര പറഞ്ഞൂടെ? എന്തരാന്ന്? കൊച്ചിന് സ്കൂൾ ഉറപ്പിന് സാധനം മേടിക്കാൻ പോയതാ. അച്ചാമ്മക്ക് കാണിച്ചൂടെ എന്തൊക്കെയാന്ന് മേടിച്ചത്? എന്തൊക്കെയോ ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. ആ എന്തൊരു സാധനം വെച്ചാ? ഇത് ബാഗ് മേടിച്ചപ്പോ ഫ്രീ കിട്ടിയാണ് കേട്ടോ. ഇത് എന്തിനാണ് ആയതൊന്നും എനിക്ക് അറിയത്തില്ല. ആയുധമല്ലേ പിന്നെ കളിക്കുന്നത്. കൊട പിന്നെ എല്ലാം മേടിച്ചില്ലേ? വേണ്ടേ? അത് ഈ പടമുള്ളതില്ലല്ലേ? വേണ്ട വേണ്ട. ഇതൊക്കെ ഹൈടെക്കാ കണ്ടോ. കാൽക്കുലേറ്റർ അകത്ത് തന്നെ ഉണ്ട്. എത്ര ബുക്ക് മേടിച്ചത് എനിക്കറിയത്തില്ല. കണക്ക് അല്ല ഈ 4 വരെയുള്ള പിള്ളേർക്ക് ഈ മറ്റേ വെള്ള ബുക്കിലല്ലേ എഴുതുന്നത്? വരയും ബുക്കിലാണ് എഴുതുന്നത്. ആ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ് മേടിച്ചില്ലേ? ആ എന്തിനാ അത്? ഒന്ന് പിടിച്ചാണ്. ഞാൻ അടിക്കും പിടിച്ചാ. പിന്നെ അതടിച്ചാ മതിയാ. മണ്ടത്തിനെ കാണിച്ച് അതുകൊണ്ട് കറക്റ്റായിട്ട് ഇന്നത്തെ വീണ്. ഇനി അടിക്കാൻ നേരെ. അല്ല ഞാൻ മണ്ടയിലോട്ട് അടിച്ചതാ. നോക്കിയോ വീണ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ പറഞ്ഞെടുക്കാം. മൂത്തമ്മ വായി ഈശ്വര, ഈ മഴ തോരണതേ ഇല്ല. ഭയങ്കര മഴയാണ് കേട്ടോ. തോരാത്ത മഴ. രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാ, ഇതുവരെ തീർന്നിട്ടില്ല. ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട? കൊള്ളാം. ഇഷ്ടപ്പെട്ട? നീ എന്തിനു മേടിക്കണ്ട? ഒന്നും വേണ്ട, എല്ലാം ആയിട്ടുണ്ട്. എനിക്കെന്ത് വരുന്ന? ഓക്കെ, അപ്പൊ എന്തായാലും അത്ര ഉള്ള കേസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ ആണ് വരെ. ആ മൂത്തച്ഛന് ഒരു ബ്ലൂം അടിക്കണം. അടിച്ചോ, ആ ബ്ലൂം അടിച്ചോ.